ഹായ് എവരിവൺ, വെൽക്കം ടു ബിനൂസ് ഇന്ത്യൻ ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ജബ് തക് തബ് തക് കബ്സെ തബ്സെ ജബ്സെ ഇങ്ങനെയുള്ള ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി പറഞ്ഞപ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയതായിരിക്കാം. അപ്പൊ ചോദിച്ചിരിക്കുന്നത് ഇതാണ്, ജബ് തക് വെച്ചിട്ടൊന്ന് സംസാരിക്കാം. അതുപോലെ ജോ എന്നുള്ള വേർഡ് അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ അതാണ് ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ, ഈ ജബ് തക് എന്ന് പറയുന്നത് നമ്മളൊരു നിശ്ചയിച്ച സമയമുണ്ട്, ആ സമയത്തെ സൂചിപ്പിക്കുന്ന കേട്ടോ. സെന്റൻസുകൾ പല രീതിയിലാണ്. അപ്പൊ സെന്റൻസുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ തയ്യാറായി കഴിഞ്ഞപ്പോ അവൻ വന്നു. നമ്മൾ പറയില്ലേ, ഞാൻ തയ്യാറായി കഴിഞ്ഞപ്പോഴേക്കും അല്ലെങ്കിൽ ഞാൻ റെഡി ആയി കഴിഞ്ഞപ്പോഴേക്കും അവര് വന്നു അല്ലെങ്കിൽ അവൻ വന്നു എന്ന് പറയാനാണെങ്കിൽ ജബ് തക് മേ തയ്യാർ ഹുവാ തബ് തക് വോ പഹുഞ്ച് ഗയാ. ക്ലിയർ ആയ? അതാണ് ജബ് തക്കിന്റെ യൂസ് കേട്ടോ. ഈ ജബ് തക്കിന്റെ കൂടെ വരുന്നതാണ് തബ് തക്. ജബ് തക് മേ തയ്യാർ ഹുവാ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ ഞാൻ തയ്യാറായത് അപ്പോൾ എന്ന് അർത്ഥം വരുന്ന കേട്ടോ. അങ്ങനെയാണ് അതിന്റെ ഇന്നർ മീനിങ് വരുന്നത്. ഞാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ. മനസ്സിലായോ? ജബ് തക് മേ തയ്യാർ ഹുവാ തബ് തക്, അപ്പോഴേക്കും അല്ലെങ്കിൽ അപ്പോൾ എന്ന് പറയുന്നതാ. ഓക്കെ, തബ് തക് വോ പഹുഞ്ച് ഗയ. അവൻ പഹുഞ്ചിന എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക, പഹുഞ്ച് ഗയ എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു. തബ് തക് വോ പഹുഞ്ച് ഗയ. ഓക്കെ, ഇനിയിപ്പോ നമ്മുടെ മക്കളോടൊക്കെ പറയും അല്ലെ, ഞാൻ കുറച്ചു നേരം ഉറങ്ങാൻ പോവാ, ഞാൻ ഉറങ്ങുന്നത് വരെ നീ ടി വി കണ്ടോ അല്ലെങ്കിൽ നിനക്ക് ടി വി കാണാം എന്ന് പറയുകയാണെങ്കിൽ കേട്ടോ, ജബ് തക് മേ സോ രഹാ ഹൂം തബ് തക് തും ടി വി ദേഖ് സക്തേ ഹോ. എന്താ പറഞ്ഞേ? എപ്പോ വരെയാണോ ഞാൻ ഉറങ്ങുന്നത് ആ നിശ്ചയിച്ച സമയത്ത് പറയാനാണ് ജബ് തക്. നമുക്കൊരു സമയത്തിന്റെ ഒരു ടൈമിംഗ് പറയുന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ 12 മണി വരെ അതല്ലെങ്കിൽ 2 മണി വരെ അങ്ങനെ ടൈമിംഗ് കൊടുക്കുന്നില്ല. ജബ് തക് മേ സോ രഹാ ഹൂം, ഞാൻ ഉറങ്ങുന്നത് വരെ എന്നുള്ളതാ. അവിടെ ഞാൻ ഉറങ്ങുക എന്ന് പറയുന്നത് എണീക്കുന്ന വരെ അല്ലെ, എണീക്കുന്ന സമയം വരെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജബ് തക് മേ സോ രഹാ ഹൂം തബ് തക്, അത്ര അപ്പോൾ വരെ. മനസ്സിലാവുന്നുണ്ടോ? അതുവരെ എന്ന് പറയാനാ തബ് തക് തും ടി വി ദേഖ് സക്തേ ഹോ. എന്താണ്? അപ്പോ വരെ നിനക്ക് ടി വി കാണാം എന്ന് പറയുന്ന. ക്ലിയർ ആവുന്നുണ്ടോ? പല സിറ്റുവേഷനിലും നമ്മൾ ഈ ഒരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് യൂസ് ചെയ്ത് വരുന്നത് പല പല സിറ്റുവേഷൻസ് നമുക്ക് സംസാരിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ നമ്മുടെ സുഹൃത്തിനോടോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരോടോ നമ്മൾ പറയുന്ന ഒരു സെന്റൻസ് കേട്ടോ. ജബ് തക് തും മേരെ സാത്ത് ഹോ, എപ്പോൾ വരെ അല്ലെങ്കിൽ നീ എന്നോടൊപ്പം ഉള്ളിടത്തോളം കാലം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജബ് തക് തും മേരെ സാത്ത് ഹോ തബ് തക്, അപ്പൊ വരെ എന്താണ്? തുമേ ചിന്താ കർണേക്ക് കോയി ജരൂരത്ത് നെയ്യേ, തുമേ ചിന്താ കർണേക്ക് കോയി ജരൂരത്ത് നെയ്യേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ടെൻഷൻ എടുക്കണ്ട അല്ലെങ്കിൽ നീ വിഷമിക്കേണ്ട ഒരാവശ്യവുമില്ല എന്ന് പറയുന്നതാ. മനസ്സിലാവുന്നുണ്ടോ? ജബ് തക് തും മേരെ സാത്ത് ഹോ തബ് തക് തുമേ ചിന്താ കർണേക്ക് കോയി ജരൂരത്ത് നെയ്യേ. ക്ലിയർ ആയോ? ഇനി അതുപോലെ അവൻ നിന്റെ ഒപ്പം ഉള്ളിടത്തോളം കാലം നിനക്കൊന്നും സംഭവിക്കില്ല എന്നാണ് നമ്മൾ പറയുന്നെങ്കിൽ, അവൻ നിന്നോടൊപ്പം ഉള്ളിടത്തോളം കാലം നിനക്കൊന്നും സംഭവിക്കില്ല. എങ്ങനെയാ? ജബ് തക് വോ തുമാരെ സാത്ത് ഹോ, തുമാരെ സാത്ത് ഹോ അല്ലെങ്കിൽ തുമാരെ സാത്ത് രഹേഗ എന്നും പറയാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നോടൊപ്പം ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം എന്നുള്ളതാണ്. ജബ് തക് വോ തുമാരെ സാത്ത് രഹേഗ തബ് തക് തുമേ കുച്ച് നഹീ ഹോഗ, അപ്പൊ വരെ നിനക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്ന. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു സെന്റൻസ്, ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് നിന്നെ സഹായിക്കാൻ സാധിക്കും എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം അല്ലെങ്കിൽ ജബ് തക് മേ യഹാ ഹൂം, ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ആ ഒരു സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് ജബ് തക്. ഓക്കെ, ജബ് തക് മേ യഹാ ഹൂം തബ് തക്, അപ്പൊ വരെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് നിന്നെ സഹായിക്കാൻ സാധിക്കും അല്ലെ. തുമാരി മദദ് കർ സക്തി ഹൂ, മേ തുമാരി മദദ് കർ സക്തി ഹൂ എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെ സഹായിക്കാൻ സാധിക്കും. ഇനി ഇവിടെ ഈ തബ് തക് യൂസ് ചെയ്യാതെ നമുക്ക് സംസാരിക്കാം. നോർമലി നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് ഗ്രാമർ ആണല്ലോ, കണക്ട് ചെയ്ത് സംസാരിക്കുന്നതാണ് ജബ് തക്കും തബ് തക്കും. ഇനിയിപ്പോ നമ്മൾ ജബ് തക്ക് വെച്ച് തുടങ്ങുമ്പോൾ എന്തായാലും ജബ് തക്ക് വെച്ച് തുടങ്ങണം കേട്ടോ. പക്ഷെ ഈ തബ് തക്ക് അവിടെ വന്നില്ലെങ്കിലും അത് ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. അത് പറയുന്ന പോലെ അത് കട്ട് ചെയ്ത് നമുക്ക് 1-2 സെന്റൻസ് പറയാം കേട്ടോ. ജബ് തക് മേ നാ ആവും എന്ന് പറഞ്ഞാൽ ഞാൻ വരാതിരിക്കുന്നിടത്തോളം എന്നാ ഉദ്ദേശിക്കുന്നേ. പക്ഷെ ഞാൻ വരുന്നത് വരെ എവിടെയും പോകരുത് എന്നാണ് ആ സെന്റൻസ് കേട്ടോ. ജബ് തക് മേ നാ ആവും തബ് തക് കഹി മത് ജാന. തബ് തക് അവിടെ തബ് തക് യൂസ് ചെയ്യാതെ ജബ് തക് മേ നാ ആവും കഹി മത് ജാന എന്ന് പറഞ്ഞാൽ മതി. ആ തബ് തക് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നുണ്ട്, അതിന്റെ അർത്ഥം കറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് ഡൗട്ട് ആയിട്ട് വരരുത്. ഈ തബ് തക് എന്ന് പറയുന്നത് ജബ് തക്കിനോട് കണക്ട് ചെയ്ത് സംസാരിക്കുന്നതാണ്. ഇപ്പൊ ജബ് തക് എന്താന്ന് ഡൗട്ട് വന്നില്ലയോ, അതുപോലെ ഇനി തബ് തക് ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ജബ് തക് മേ നാ ആവും കഹി മത് ജാന, ഇത്രയും പറഞ്ഞാൽ മതി. ഞാൻ വരുന്നത് വരെ എവിടെയും പോകരുത് എന്നാണ് അതിനർത്ഥം.
പക്ഷെ ഇങ്ങനെ നമ്മൾ മലയാളത്തിൽ കറക്റ്റ് പറയുമ്പോ ഞാൻ വരാതിരിക്കുന്നിടത്തോളം എവിടെയും പോകരുത് എന്നായി മാറി കേട്ടോ. ജബ് തക് മേ ന ആവും എന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആയ? ഇനി അതുപോലെ അവൻ ചോദിക്കാതിരിക്കുന്നിടത്തോളം ഞാൻ അവനോട് ഇതിനെ കുറിച്ച് പറയില്ല എന്ന് പറയത്തില്ല. അവൻ ചോദിച്ചാലേ ഞാൻ പറയൂ, അവൻ ചോദിച്ചില്ലെങ്കിൽ ഞാൻ പറയില്ല എന്ന് പറയുന്നിടത്ത് ജബ് തക് വോ ന പൂച്ചേക, ജബ് തക് അവൻ ചോദിക്കാതിരിക്കുന്നിടത്തോളം എന്ന് പറയുന്നതാ. ജബ് തക് വോ ന പൂച്ചേക മേ ഉസേ ഇസ്കെ ബാരെ മേ നഹി ബതാഊംഗ. എന്താണ്? ഞാൻ അവനോട് ഇതിനെ കുറിച്ച് ഇസ്കെ ബാരെ മേ നഹി ബതാഊംഗ പറയില്ല. ജബ് തക് വോ ന പൂച്ചേക തബ് തക്, അവിടെ തബ് തക് വേണ്ട, ഉസേ മേ ഇസ്കെ ബാരെ മേ നഹി ബതാഊംഗ. ക്ലിയർ ആവുന്നുണ്ടോ? ഇതാണ് ഇതിന് അർത്ഥം വരുന്നത് കേട്ടോ. ഞാൻ കുറെ സിറ്റുവേഷൻസ് പറയുന്നത് നിങ്ങൾക്ക് ഇനി എന്റെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ. പല സിറ്റുവേഷൻസ് ആയിട്ട് പറയുമ്പോൾ പല രീതിയിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയി പോകും, അതുകൊണ്ടാട്ടോ. ശരി, ഇനി ഞാൻ സെന്റൻസ് ഹിന്ദിയിൽ പറയാം, നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ജബ് തക് തും നഹി കഹോഗെ മേ നഹി കരൂംഗ. സിമ്പിൾ ആയിട്ടാ പറഞ്ഞല്ലേ. ജബ് തക് തും നഹി കഹോഗെ മേ നഹി കരൂംഗ. ഇവിടെ എവിടെയാണ് തബ് തക് വെക്കേണ്ടത്? ജബ് തക് തും നഹി കഹോഗെ. എന്താ അർത്ഥം? എപ്പോ വരെ നിങ്ങൾ പറയുന്നില്ല, നിങ്ങൾ പറയാതിരിക്കുന്നിടത്തോളം കാലം എന്ന് പറയുന്നതാ. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് എന്ത് വരണം? തബ് തക്, അതുവരെ, അതുവരെ എന്നുള്ളതാണ്. ഇവിടെ തബ് തക് ഞാൻ പറഞ്ഞില്ല, മേ നഹി കരൂംഗ, ഞാൻ ചെയ്യില്ല. നിങ്ങൾ പറയാതിരിക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ നീ പറയാതിരിക്കുന്നിടത്തോളം കാലം ഞാൻ ചെയ്യില്ല. എന്തായതിനർത്ഥം? നീ പറഞ്ഞാലും ഞാൻ ചെയ്യൂ എന്ന് പറയുന്നതാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ മലയാളത്തിലും പല രീതിയിലൊക്കെ പറയുമല്ലോ, അതുപോലെ തന്നെയാണ് ഹിന്ദിയിലും പല വേർഡുകൾ യൂസ് ചെയ്ത് സംസാരിക്കുമ്പോൾ അർത്ഥം ഒന്ന് വളഞ്ഞു പിരിഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ. എല്ലാത്തിനും ഏകദേശം ഒരു അർത്ഥം തന്നെയാണ് വരുന്നത്, പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് അർത്ഥം വരുന്നത്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നീ പറയാതിരിക്കുന്നിടത്തോളം കാലം ഞാനിത് ചെയ്യില്ല. ജബ് തക് തും നഹി കഹോഗെ തബ് തക് മേ നഹി കരൂംഗ. ക്ലിയർ ആയോ? ഇനി ലാസ്റ്റ് സെന്റൻസ് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. നിനക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം നിനക്ക് ഇവിടെ താമസിക്കാം എന്ന് പറയത്തില്ലേ? നിനക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം നിനക്ക് ഇവിടെ താമസിക്കാം. ജബ് തക് തും ചാഹോ, ചാഹന എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക എന്ന് പറയുന്നതാട്ടോ. ജബ് തക് തും ചാഹോ തബ് തക് തും യഹാ റുക് സക്തേ ഹോ. ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ രഹ് സക്തേ ഹോ, താമസിക്കാം എന്ന് പറയുന്ന. ഓക്കെ, ജബ് തക് തും ചാഹോ തബ് തക് തും യഹാ റുക് സക്തേ ഹോ. നിനക്ക് ഇവിടെ നിൽക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി അധികം സെന്റൻസുകൾ പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഏകദേശം ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ? ജബ് തകും തബ് തകും ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി എന്തായിരുന്നു? ജോ എന്നുള്ള വേർഡ്. ഇതുപോലെ തന്നെ ഒരു കൺഫ്യൂഷൻ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് ഈ ജോ എന്ന് പറയുന്നത് കേട്ടോ. ജോ എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം, ഒരു വസ്തു ആവാം, എന്തും ആയിക്കോട്ടെ, അതിനെ നമ്മൾ പറയുന്നില്ല, അതെന്താന്ന് പറയുന്നില്ല, പക്ഷെ ആ ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ജോയാണ്. സംസാരിക്കുന്ന വ്യക്തിക്കും അറിയാം, കേൾക്കുന്ന വ്യക്തിക്കും അറിയാം എന്ത് നമ്മൾ ആ പറയുന്ന സംഭവം എന്താന്നുള്ളത്. അപ്പൊ നമുക്ക് ആ സംഭവം പറയേണ്ട കാര്യമില്ലല്ലോ, അതിനെ സൂചിപ്പിക്കാനാണ് ഈ ജോയ് വെച്ചിട്ട്. ഓക്കെ, 2-3 സെന്റൻസ് പറയാം കേട്ടോ. ഇപ്പൊ ഒരു സെന്റൻസ്, വോ കിതാബ് ജോ मैंने पढ़ी थी वो बहुत अच्छी थी. എന്താ പറഞ്ഞേ? അവിടെ ഒരു ജോ വന്നു അല്ലെ? വോ കിതാബ് എന്താണ്? ആ പുസ്തകം. നമ്മൾ നമ്മുടെ ഫ്രണ്ടിനോട് പറയാ ആ പുസ്തകം. വോ കിതാബ് ജോ मैंने पढ़ी थी. പഠന എന്ന് പറഞ്ഞാൽ അവിടെ വായിക്കുക എന്നുള്ള അർത്ഥത്തിലാട്ടോ. 2 രീതിയിലും പറയും. പഠന എന്ന് പറയുന്നതിനെ പഠിക്കുക എന്നും വായിക്കുക എന്നും പറയും കേട്ടോ. അപ്പൊ വോ കിതാബ് ആ പുസ്തകം. ഏത്? ജോ मैंने पढ़ी थी. ചിലപ്പോ നമുക്ക് ആ പേര് മറന്നുപോയി കാണുമായിരിക്കും കേട്ടോ, അങ്ങനെ പറഞ്ഞേ ഉള്ളൂ, എന്നാലും പറയണേ. ജോ मैंने पढ़ी थी, ഞാൻ വായിച്ചിരുന്നില്ലേ ആ ബുക്ക് എന്ന് പറയാനായിട്ടാണ്. അവിടെ നമ്മൾ ബുക്ക് എന്താന്ന് പറഞ്ഞില്ലേ അല്ലെ? കേൾക്കുന്ന വ്യക്തിക്ക് അറിയാം ഞാൻ എന്താണ് വായിച്ചിരിക്കുന്നത്. വോ കിതാബ് ജോ मैंने पढ़ी थी वो बहुत अच्छी थी. അത് വളരെ നല്ലതായിരുന്നു. കിതാബ് സ്ത്രീലിംഗ വേർഡാട്ടോ, പുസ്തകം എന്ന് പറയുന്നത് സ്ത്രീലിംഗ വേർഡാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ജോ എന്ന് പറയുന്നത്. ഇനി അതുപോലെ താങ്കൾ അയച്ചിരുന്ന വണ്ടിയിലാണ് ഞങ്ങൾ പോയത്. ആ വണ്ടിയില്ലേ, അതിലാണ് ഞങ്ങൾ പോയത്. അതേതാന്ന് നമ്മൾ പറയുന്നില്ല. ജോ ഗാഡി ആപ്നെ ബേച്ചാത. ബേജന എന്നാണ് അയക്കുക എന്ന് പറയുന്നത് കേട്ടോ. ബേച്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ ചെയ്യുക, വിൽക്കുക. അവിടെ ഭായാണ്, ഇവിടെ ഭായാണ്. ഭായും ജായുമാണ്. അവിടെ ഭായും ചായുമാണ്. ബേച്ചന അതാണ് നമ്മൾ വിൽക്കുക എന്നുള്ള അർത്ഥം വരുന്നത് കേട്ടോ. ഇത് രണ്ടൊന്നും കൺഫ്യൂഷൻ ആവുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ക്ലാസ്സിൽ പറഞ്ഞത് കേട്ടോ. ബേജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയക്കുക. ജോ ഗാഡി ആപ്നെ ബേജാത, ഏത് വണ്ടിയാണോ താങ്കൾ അയച്ചിരുന്നത് അതിലാണ് ഞങ്ങൾ പോയത്. എങ്ങനെ പറയാ? ഹം ഉസീമെ ഗയെ. ഞങ്ങൾ അതിലാണ് പോയത്. ജോ ഗാഡി ആപ്നെ ബേജാത ഹം ഉസീമെ ഗയെ. ക്ലിയർ ആവുന്നുണ്ടോ? അതുപോലെ ഞാൻ എന്താണോ പറയുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കൂ എന്ന് പറയുകയാണെങ്കിൽ ജോമേ കേറാവും അല്ലെങ്കിൽ കേത്താവും കേട്ടോ.
जो मैं कह रहा हूं उस पर ध्यान करो അല്ലെങ്കിൽ ധ്യാൻ ദോ. ഉസ് പർ അതിൽമേൽ എന്ന് പറയുന്ന. ജോ മേ കഹ് റാ ഹൂം ഞാൻ പറയുന്നത് ഉസ് പർ ധ്യാൻ ദോ അതിൽ ശ്രദ്ധിക്കൂ. മനസ്സിലാവുന്നുണ്ടോ? പല സിറ്റുവേഷനിലും പല രീതിയിലായി അർത്ഥം വരുന്നുണ്ടോ? നമ്മൾ എന്താണോ പറയുന്നത് ആ കാര്യം പറയുന്നില്ല അല്ലെ. അവിടെ ഞാൻ എന്താണ് നിങ്ങൾ പറയുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കൂ എന്നാ പറയുന്നത്. അപ്പൊ പറയുന്ന ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ട്. അതാണ് ഈ ജോ. ഓക്കെ, ശരി. ഇനി അതുപോലെ നമ്മളൊരു വ്യക്തിയോട് പറയാണ്, താങ്കൾ എന്താണോ പറഞ്ഞത് അതാണ് ചെയ്തത്. ഇപ്പൊ നമ്മൾ ഓഫീസിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചീത്താട്ടോ പറയല്ലേ, സാറ് പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ചെയ്തത് അല്ലെ. ജോ ആപ്നെ ബത്തായാത്ത, ജോ ആപ്നെ ബത്തായാത്ത, താങ്കൾ എന്താണോ പറഞ്ഞത് ആ പറഞ്ഞത് കേട്ട നമുക്കും അറിയാം, പറഞ്ഞ വ്യക്തിക്കും അറിയാം അല്ലെ. ജോ ആപ്നെ ബത്തായാത്ത മെനെ വഹി കിയ, ഞാൻ അത് തന്നെയാണ് ചെയ്തത്. താങ്കൾ പറഞ്ഞത് എന്താണോ അത് തന്നെയാണ് ചെയ്തത്. ഓക്കെ, ഇനി ഒരു സിറ്റുവേഷൻ കൂടി കേട്ടോ. ആർക്കൊക്കെയാണോ നാളെ വരാൻ ആഗ്രഹമുള്ളത് അവർക്കെല്ലാം വരാം എന്നാണ് നമ്മൾ പറയണെങ്കിൽ. ജോലോ നമുക്ക് അറിയില്ല ആർക്കൊക്കെ ആഗ്രഹം ഉണ്ടെന്നല്ലേ, അപ്പൊ അവർക്കെല്ലാം നാളെ വരാം എന്ന് പറയാണ്. ജോലോ കൽ ആന ചാഹത്തെ ഹെ, ചാഹന എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക അല്ലെങ്കിൽ ചാഹെ എന്നും പറയാം കേട്ടോ. ജോലോ കൽ ആന ചാഹത്തെ ഹെ വേ സബ് ആ സക്തെ, അവർക്ക് എല്ലാവർക്കും വരാൻ സാധിക്കും. വേ സബി, വേ എന്ന് പറയുന്നത് പ്ലൂരൽ ആയതുകൊണ്ട് അവർ ആയതുകൊണ്ട് കേട്ടോ. വേ സബി, അവർക്ക് എല്ലാവർക്കും ആ സക്തെ ഹെ വരാൻ സാധിക്കും. ജോ ലോഗ് കൽ ആനാ ചാഹത്തെ ഹെ വേ സബി ആ സക്തെ. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ജോ എങ്ങനെയാ പറഞ്ഞേ? കുറെ ആളുകളെ നമ്മൾ പറയുന്നേ അല്ലെ. അപ്പൊ ഇങ്ങനെയെല്ലാം ആണ് ഓരോ സിറ്റുവേഷനിലും ഈ ഒരു വേർഡ് കടന്നു വരുന്നത് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിച്ചോളൂ, ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ് വളരെ സിമ്പിൾ ആണ്. ഒരു കമന്റിൽ നിന്നുള്ള ഒരു ക്ലാസ് മാത്രം കേട്ടോ, കൂടുതലായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കൂടാതെ തന്നെ ഇപ്പൊ നമ്മുടെ മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ ഒരു 30 days ക്ലാസ് റണ്ണിങ് ആണ്. പലരും ചോദിക്കാറുണ്ട് ഇടയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് മുതൽ കിട്ടുമെന്നുള്ളത്. ഞാൻ ചില ഷോർട്സിലൊക്കെ പറയാറുണ്ട്, നിങ്ങൾ എപ്പോൾ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ആദ്യം മുതൽ തന്നെ ക്ലാസ്സുകൾ കിട്ടും കേട്ടോ. അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ, താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോയിൻ ബട്ടൺ കാണും. ആ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിൽവർ ഓപ്ഷൻ 59 rupees സിൽവർ ഓപ്ഷൻ ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആദ്യം മുതലേ അതിൽ പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട് 30 days ക്ലാസ്സിന്റെ കേട്ടോ, പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ ഓർഡർ ആയിട്ട് ക്ലാസ്സുകൾ കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം. പിന്നെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാണ്ട് മറന്നുപോയത് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഹൈപ്പും ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോഴത്തെ ക്ലാസ്സിൽ കാണാം. ബൈ.